നമസ്കാരം. നിയമസഭയിൽ എത്തുമ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് നാക്കുണ്ടാകില്ല. വീണയുടെ എന്ത് കാര്യം ചോദിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. എത്രയോ നാളുകളായി ഈ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയിട്ട് ഇതാ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മകൾ വീണ വിജയന്റെ മാസപ്പടി സംബന്ധിച്ച നിയമസഭാ ചോദ്യങ്ങൾക്ക് വീണ്ടും മറുപടി നൽകാതെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF MLA മാർ. CMRL കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും നൽകാത്ത സേവനങ്ങൾക്ക് പണം വാങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് വിജിലൻസ് പരാതിയിൽ സ്വീകരിച്ച നടപടി, മകൾ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന ബാംഗ്ലൂർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടും ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. UDF MLA മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സിദ്ദിഖ്, എൽദോസ് കുന്നപ്പള്ളി, KK രമ, ഉമാ തോമസ്, സണ്ണി ജോസഫ്, M വിൻസെന്റ്, K ബാബു, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, അൻവർ സാദത്ത്, റോജി M ജോൺ എന്നിവരാണ് മാസപ്പടിയിൽ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ടത്. നിയമസഭയിൽ രേഖാമൂലം നൽകേണ്ട മറുപടി തരാതെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ ഒളിച്ചുകളിക്കെതിരെ സ്പീക്കർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ UDF MLA മാർ എല്ലാവരും. എന്തായാലും എക്സോലോജിക്കിന്റെ ഉടമ വീണ വിജയൻ എന്ന വീണ അല്ലെങ്കിൽ തൈക്കണ്ടിയിൽ വീണയാണ്. ആ വീണ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ രണ്ടാമതൊരു ആലോചന പോലും വേണ്ട. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം. പക്ഷേ മറച്ചു വെക്കുന്നു. അത് തെറ്റു ചെയ്തത് കൊണ്ടാണ്, അത് ഉറപ്പുമാണ്. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങുന്നു, തമാശയായിട്ടാണെങ്കിൽ പോലും, അതെന്താ വീണ വിജയൻ മുഖ്യന്റെ മകളല്ലേ, വെറുതെ കമല ചേച്ചിക്ക് നെഞ്ചുവേദന ഉണ്ടാക്കണോ എന്നൊക്കെ. ഈ ചോദ്യശരങ്ങൾ ചെവിയിലെത്തിയപ്പോഴേ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന് നാണക്കേട് മൂലം ബോധം പോയിട്ടുണ്ടാകണം. എന്തായാലും കരക്കമ്പി ഭയങ്കരമാണ്. മുഖ്യ കേട്ടാൽ സഹിക്കില്ല. എന്നാൽ ഏത് ചോദ്യത്തിനാണോ നിയമസഭയിൽ വെച്ച് മറുപടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ചോദ്യത്തിനാണ് നക്ഷത്ര ചിഹ്നം ഇടുക. ഇങ്ങനെ നക്ഷത്ര ചിഹ്നം ഇട്ട ചോദ്യങ്ങൾക്കാണ് മറുപടി കൊടുക്കാതിരിക്കുന്നത്. ഉപചോദ്യങ്ങൾ ചോദിക്കാനിടയുള്ള ചോദ്യങ്ങൾക്ക് നേരെ മാത്രമേ നക്ഷത്ര ചിഹ്നം ഇടാനും പാടുള്ളൂ. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾക്ക് സഭയിൽ മറുപടി ലഭ്യമാകില്ല. അത് പിന്നീട് ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം എക്സോലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് CMRLന്റെ ഓഹരി പങ്കാളിയായ KSIDC മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനോട് നിയമോപദേശം തേടിയത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെ മറികടക്കാനാണ്. 3 അംഗ സംഘത്തിന്റെ അന്വേഷണത്തിന് കഴിഞ്ഞ 12-ന് കേന്ദ്രം ഉത്തരവിട്ടിരുന്നു. ഇതിൽ തങ്ങൾക്കെതിരെ നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണത്തിനെതിരെ കോടതിയിൽ ഹർജി കൊടുക്കുന്നതിനെ കുറിച്ച് ഉപദേശിക്കണമെന്നാണ് കഴിഞ്ഞ 22-ന് KSIDC MDക്ക് വേണ്ടി അഡ്വക്കേറ്റ് CS വൈദ്യനാഥന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമോപദേശം പുറത്തു വന്നിട്ടില്ലെങ്കിലും തൊട്ടു പിന്നാലെ ഇതേ അഭിഭാഷകനെ കേസ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഒറ്റ ദിവസത്തെ വാദത്തിന് 25 ലക്ഷം രൂപ ഫീസ് ആവശ്യപ്പെട്ടത് മനോരമയാണ് റിപ്പോർട്ട് ചെയ്തത്. ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷനിൽ നിന്നും AGയിൽ നിന്നും നിയമോപദേശം സ്വീകരിക്കാമെങ്കിലും 2 വഴിയും ഇവർ സ്വീകരിച്ചില്ല. സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന കേസുകളിലാണ് പിണറായി സർക്കാർ പുറമേ നിന്ന് നിയമോപദേശം തേടുകയും അതേ അഭിഭാഷകനെ തന്നെ കേസ് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പെരിയ ഇരട്ടക്കൊലക്കേസ് ഉൾപ്പെടെ പുറമേ നിന്ന് അഭിഭാഷകരെ എത്തിച്ച പല കേസിലും ഈ രീതി പിന്തുടർന്നു. അത്രയും പ്രാധാന്യത്തോടെ സർക്കാർ ഈ കേസിനെയും കാണുന്നുവെന്നാണ് KSIDCയുടെ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. CMRL എക്സോലോജിക് ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന സംശയം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും DGPയുടെ നിയമോപദേശം തേടാമായിരുന്നുവെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമുള്ള CMRLൽ ഒരു ദൈനംദിന പ്രവർത്തനത്തിലും ഇടപെടാറില്ലെന്നായിരുന്നു ROCക്ക് KSIDC നൽകിയ വിശദീകരണം. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും തുക മുടക്കി നിയമോപദേശം തേടാനും കേസ് ഏൽപ്പിക്കാനുമുള്ള തിടുക്കം സംശയനിഴലിലാണ്. എന്നിട്ടാണ് നിയമസഭയിൽ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പോലും നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്നത്.
നന്ദി.